പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരിക്കുന്ന എൽ റൂഹ ബൈബിൾ കൺവെൻഷൻ ഇതാ എത്തിയിരിക്കുകയാണ്. എൽ റൂഹ ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: റബ്ബി, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഈശോ അവരോട് പറഞ്ഞു, വന്നു കാണുവിൻ. അവർ ചെന്നു അവൻ വസിക്കുന്നിടം കാണുകയും അവനോടൊത്ത് താമസിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ധ്യാനം എന്ന് പറയുക എൻ്റെ കർത്താവിനോട് കൂടെ വസിക്കുന്ന സമയമാണ്. ഉപവസിക്കുക, കൂടെ വസിക്കുക. ആ കൂടെ വസിക്കാൻ ഈശോ നിന്നെ പ്രത്യേകമായി വിളിക്കുന്നു. വരിക, വന്നു കാണുക. ഈ വിളി നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരം നൽകും. അത് മനഃപൂർവ്വം കേൾക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിന്നീട് പറയേണ്ടി വരും. വചനം നിന്നെ വിശുദ്ധീകരിക്കും. വചനം നിന്റെ ചില തടസ്സങ്ങൾ മാറ്റിക്കളയും. വചനം നിന്റെ പാതകൾ നേരെയാക്കും. അതുകൊണ്ട് വരിക, വന്നു കാണുക, താമസിക്കുക. എൽ റൂഹ ബൈബിൾ കൺവെൻഷൻ ഇതാ പരിയാരം ഇടവക ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇടവക ദേവാലയവും മറ്റു പരിസരങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതായത് 13-ാം തീയതി രാവിലെ 9 മണി മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ്. കൗൺസിലിങ്ങിന് വേണ്ടി പ്രത്യേകം കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കമ്മിറ്റി നിങ്ങളെ അറിയിക്കും. നാളെ വ്യാഴാഴ്ചയ്ക്കുള്ള കൗൺസിലിങ്ങിനുള്ള വേണ്ട എല്ലാ വ്യക്തികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൗൺസിലിംഗ് നടത്തേണ്ട വ്യക്തികളുണ്ട്, ഇനി അതിന് പങ്കെടുക്കേണ്ട വ്യക്തികളുണ്ട്. അവരെയൊക്കെ കമ്മിറ്റി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അവർ രാവിലെയും വൈകിട്ടുമായി എത്തി കൗൺസിലിംഗ് നടത്തുക. രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 5 മണി വരെയാണ് കൗൺസിലിംഗ് സമയം. അതിനുശേഷം പിന്നീട് വിശുദ്ധ കുർബാനയും പിന്നെ ധ്യാന വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയുമാണ് നടക്കുക. നാളെ പ്രത്യേകമായി ആദ്യ ദിവസമായതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 4:30 മണിക്ക് ജപമാല ആരംഭിക്കും. 5 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. അതിനു മുമ്പ് പ്രത്യേകമായി ഇടവകയിലെ എല്ലാ കുടുംബ യൂണിറ്റിലെ പ്രസിഡന്റുമാരും അവർ തെളിയിച്ച ആ തിരി കൈപിടിച്ചുകൊണ്ടും 18ഓളം വരുന്ന ഇടവകയിലെ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അവരുടെ ഭാരവാഹികൾ, എൻ്റെ കയ്യിൽ 1000 മണി ജപമാലയുണ്ട്. അതിൽ 1000 മണി ജപമാല ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ രൂപവും ബൈബിളും തിരിക്കാലുകളും കർത്താവ് യേശുവിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അവർ നടപ്പറയിൽ നിന്നും ഇതെല്ലാം വഹിച്ച് മുൻവശത്ത് വന്ന് പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് ആദ്യത്തെ കർമ്മം. അതിന് കുടുംബസമ്മേളന ഭാരവാഹികൾ 28 കുടുംബസമ്മേളനത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ്, സംഘടനാ പ്രസിഡന്റുമാര്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ മീൻസ് ഈ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാരെല്ലാവരും ഈ പ്രദക്ഷിണത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് പ്രദക്ഷിണം നടത്തി ബൈബിൾ പ്രതിഷ്ഠിച്ച്, മാതാവിനെ പ്രതിഷ്ഠിച്ച്, യേശുവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച്, 1000 മണി ജപമാല പ്രതിഷ്ഠിച്ച്, ഇതിൻ്റെ ഒരു പതാകയുണ്ട്, അതെല്ലാം പ്രതിഷ്ഠിച്ച് നമുക്ക് ഈ കർമ്മം ആരംഭിക്കാം. പിന്നീടുള്ള 4 ദിവസങ്ങൾ 13, 14, 15, 16 ദിവസം, ഈ 4 ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചതിൽ പങ്കെടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബിസിനസ് നടത്തുന്നവർ 4 ദിവസം കർത്താവിന് പ്രത്യേകം സമർപ്പിച്ച് 5 മണിക്ക് തന്നെ അവരുടെ ബിസിനസ്സുകളെ നിർത്തി കടകളൊക്കെ ക്ലോസ് ചെയ്ത് ധ്യാനത്തിൽ പങ്കുചേരാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മതപഠന വിദ്യാർത്ഥികൾ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പേ അവർ പൂർണ്ണമായും ഈ ധ്യാനത്തിൽ പങ്കുചേരണം. ഞായറാഴ്ച അവർക്ക് പ്രത്യേകമായി രാവിലെ കൗൺസിലിംഗ് നടത്താനായിട്ട് അവസരമുണ്ട്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരും കുട്ടികളെ കൗൺസിലിങ്ങിന് പറഞ്ഞു വിടുവാനും പേര് കൊടുക്കണം. പേര് കൊടുത്ത് ബുക്ക് ചെയ്യണം. അങ്ങനെയാണ് അവർ കൗൺസിലിംഗ് പങ്കെടുക്കേണ്ടത്. വികാരിച്ചിൻ്റെ പക്കൽ കുറച്ച് പേര് നൽകിയിട്ടുണ്ട്, 50-ഓളം പേര്. അവർക്ക് വെള്ളിയാഴ്ച രാവിലെയാണ് അവസരം. വെള്ളിയാഴ്ച രാവിലെ വന്ന ടോക്കൺ എടുത്ത് ഹാളിലാണ് ഈ കൗൺസിലിംഗ് സെൻറ്റർ. അവിടെ പോയി കൗൺസിലിംഗ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ഇടവക്കാർക്കും ഈ ധ്യാനത്തിൽ പങ്കുചേരാൻ അവസരമുണ്ട്. സമയമനുസരിച്ച് അവർക്കും കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഇടവകയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാ സംഘടനാ ഭാരവാഹികളും
കുടുംബസമ്മേളന ഭാരവാഹികള്, പ്രത്യേകിച്ച് പ്രതിനിധി യോഗാംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരൊക്കെ നേതാക്കന്മാരാണ്. നേതാക്കന്മാർ തീർച്ചയായും ഈ ഒരു ധ്യാന അവസരത്തിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ്. യാതൊരു തരത്തിൽ അവർ മാറി നിൽക്കരുത്. സംഗീത പുസ്തകത്തിൽ 7-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, എല്ലാ നേതാക്കന്മാരും അവർ ബലിപീഠത്തിൽ സമർപ്പിച്ചിരിക്കണം. എല്ലാ നേതാക്കന്മാരും ബലിപീഠത്തിന്റെ അരികിൽ സമർപ്പിച്ചിരിക്കണം. സ്നേഹമുള്ളവരെ, ചില ഭവനങ്ങളിൽ ചിലപ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ ഉണ്ടാകാം. കുടുംബസമ്മേളന പ്രസിഡന്റ്, ഭാരവാഹികളോ ഏതെല്ലാം കുടുംബങ്ങൾ സമ്മതിക്കുന്നില്ല എന്നൊരു കണക്കെടുത്ത് വികാരിച്ചനെ വിവരം അറിയിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിക്കകത്ത് ഇരിക്കുവാൻ അവസരങ്ങൾ ഒരുക്കുന്ന കസേരകൾ നിരത്തി കഴിഞ്ഞു. പള്ളിയുടെ ഇരു സൈഡിലും പന്തൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പന്തലിന്റെ ഉള്ളിൽ കസേരകൾ നിരത്തി കഴിഞ്ഞു. പന്തലിൽ ഇരുന്ന് കാണുന്നവർക്ക് LED വാളുകൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഈ ധ്യാനം നമുക്ക് ശ്രവിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ പള്ളിയുടെ നടപ്പുരയിലും പള്ളിയുടെ ബാൽക്കണിയിലുമൊക്കെ കസേരകൾ ഒരുക്കിയിട്ടുണ്ട്. ബാൽക്കണിയിൽ പ്രത്യേകം കുട്ടികളെ യാതൊരു തരത്തിലും വളണ്ടിയേഴ്സ് കയറ്റരുത്, അവർ പുറകിലിരുന്ന് കളിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു തരത്തിലും കുട്ടികൾ പുറകിൽ ബാൽക്കണിയിൽ കയറരുത്. അവർ പള്ളിയുടെ മുൻവശത്ത് തന്നെ ആയിരിക്കണം. അവർക്ക് പരിശുദ്ധാത്മാവിന് വലിയ കൃപ ഉണ്ടാകുമാറാകട്ടെ. ധ്യാന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഭക്ഷണം അത് 7 മേഖല 28 കുടുംബ യൂണിറ്റുകാരാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ സ്പോൺസർഷിപ്പ് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്കറിയാം ഭീമമായ ചെലവ് ഇതിലേക്കുണ്ട്. പലതരത്തിൽ നമുക്കറിയാം ചെലവുകളുണ്ട്. ആ ചെലവുകളിലേക്ക് നമ്മുടെ ദശാംശം സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് തിരിച്ചു പോകുവാനായിട്ട് നമ്മൾ 3 വശത്തേക്ക് നമ്മൾ ബസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചാലക്കുടി ഭാഗത്തേക്കുണ്ട്, പിന്നെ അതിരപ്പള്ളി കൊന്നക്കുഴി ഭാഗത്തേക്കുണ്ട്, കുറ്റിക്കാട് ഭാഗത്തേക്കും ബസ്സുകളുണ്ട്. ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ബസ്സിൽ കയറി അവരുടെ പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. ഈ അവസരം കൂടി അതിന് ഒരുക്കിയിട്ടുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.